അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഈസി ആയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇന്നത്തെ വീഡിയോ ഞാനത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഒന്ന് കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ. സ്പൂൺ നിൽക്കുന്നില്ല. നമുക്ക് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീരെ കട്ടില്ലാണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാം. സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാല് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 ലിറ്റർ പാലാണ്. നമ്മൾ ഈ അര ലിറ്റർ പാലിലേക്കാണ് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പാലിനനുസരിച്ച് വേണം കേട്ടോ കസ്റ്റാർഡ് പൗഡറും എടുക്കാൻ. ഇപ്പോൾ ഒരു ലിറ്റർ പാലൊക്കെ ആണെങ്കിൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കേണ്ടി വരും കേട്ടോ. പാലിപ്പോൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഇപ്പം നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കും. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ പാല് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ. പാല് നല്ല കുറുകി നല്ല തിക്കായിട്ട് മാറണേ. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര 1/2 കപ്പ് നമ്മൾ ശരിക്കും ചേർക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ എൻ്റെ വെല്ലുമ്മൊക്കെ ഉണ്ട്, അപ്പോൾ മധുരം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഉമ്മച്ചി എനിക്കായാലും കുടിക്കാൻ വേണ്ടി തരുമ്പോൾ മധുരമൊക്കെ കുറവാക്കിയിട്ടാണ് തരാറുള്ളത്. അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ അതല്ലാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മധുരം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം എങ്ങനെയൊന്ന് നോക്കിയിട്ട്. ഇപ്പം പാല് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ബൗളിലേക്ക് ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ തണുത്താലും കേട്ടോ ആ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കസ്റ്റാർഡ് മിക്സ് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി ഒന്ന് കാണിച്ചു കൊടുത്ത്. നമ്മൾക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി അത് ചെയ്ത് നോക്കാം.
കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ, അധികമല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല പതയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു തണുപ്പിൽ തന്നെ അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളതും തണുത്ത വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ആ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആപ്പിളും ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആപ്പിളും ക്യാരറ്റും നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഉണ്ടെന്ന് തന്നെ തോന്നരുത്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ആപ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കണം ആ ഒരു ടൈമിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ. നമ്മളുടെ വെള്ളം കുറച്ച് സുന്ദരിയായിട്ട് ഇരുന്നോട്ടെ. നമുക്കിതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല തിക്കുമായിട്ടും കിട്ടിയത് നല്ലൊരു ലൂസും ആയി പോകരുത് കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡ്രിങ്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും അറിയണൊരു വെള്ളം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലും പറയണേ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ചെയ്താൽ സ്കൂട്ടുകളുടെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.